നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. KSU പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന മന്ത്രി വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മന്ത്രിയുടെ കഴുത്തിനേറ്റ ക്ഷതത്തിൽ വിദഗ്ധ പരിശോധന വേണമെന്നും MRI സ്കാൻ വേണമെന്നും നിർദ്ദേശിച്ച പ്രകാരമാണിത്. അതേസമയം മന്ത്രിയുടെ ഗൺമാന്റെ പരാതിയിൽ KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതുൽ ഉൾപ്പെടെ 5 പേർക്കെതിരെ വധശ്രമം ഉൾപ്പെടെ 11 വകുപ്പുകൾ ചേർത്ത് റെയിൽവേ പോലീസ് കേസെടുത്തു. കസ്റ്റഡിയിലുള്ള ഇവരെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും. റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവമായതിനാൽ റെയിൽവേ ആക്ട് പ്രകാരമുള്ള 2 വകുപ്പുകളും BNSലെ 9 വകുപ്പുകളുമാണ് ചേർത്തത്. മന്ത്രിക്കെതിരായ ആക്രമണത്തിനു പിന്നാലെ ഇന്നലെ രാത്രി കണ്ണൂർ കോടിയേരി കോൺഗ്രസ് ഓഫീസിന് അജ്ഞാതർ തീയിട്ടു. അർദ്ധരാത്രിയോടെയാണ് സംഭവം. കല്ലിൽ താഴെയിലുള്ള പാറാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനാണ് തീയിട്ടത്. ഫയർഫോഴ്സ് സംഘമെത്തി തീയണച്ചു. പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. KSU പ്രവർത്തകർ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യം വ്യക്തമായില്ലെന്ന് റെയിൽവേ സുരക്ഷാ സേന RPF. സംഭവത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന് കീഴിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് റെയിൽവേ പോലീസ് RPFനോട് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനായി നടത്തിയ പരിശോധനയിലാണ് അത്തരം ദൃശ്യങ്ങൾ ഇല്ലെന്ന് വ്യക്തമായത്. എറണാകുളം ജില്ലാ കോടതികൾക്കും സബോർഡിനേറ്റ് കോടതികൾക്കും ആവശ്യമായ സുരക്ഷ ഒരുക്കണമെന്ന ശുപാർശ സമർപ്പിച്ച് രഹസ്യാന്വേഷണ വിഭാഗം. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളും നിയന്ത്രണവും സംസ്ഥാനത്തെ കോടതികളിൽ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ സംസ്ഥാന പോലീസിലെ ജില്ലാ രഹസ്യാന്വേഷണ വിഭാഗങ്ങളോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ TLO എന്ന സംഘടനയുടെ പേരിൽ കാസർഗോഡ്, ഇടുക്കി ജില്ലാ കോടതികളിൽ കഴിഞ്ഞ മാസം ആദ്യം ബോംബ് ഭീഷണിയുണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് പരാതി നൽകിയിരുന്നത്. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്നു. അടുത്ത മണിക്കൂറുകളിൽ തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. തെക്കൻ ജില്ലകൾക്ക് പുറമെ സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 10 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട്. കോഴിക്കോട് വലിയങ്ങാടിയിലെ ഗോഡൌൺ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണ് 4 പേർ മരിച്ച സംഭവത്തിന് പിന്നാലെ കൂടുതൽ നടപടികളുമായി കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ കെട്ടിടങ്ങളും പരിശോധിക്കുമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞു. കാലപ്പഴക്കമുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയ 16 കെട്ടിടങ്ങളിൽ പരിശോധന തുടരുകയാണ്. 2 കെട്ടിടം അപകടാവസ്ഥയിലെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കും. കൂടുതൽ സ്ഥലങ്ങളിൽ ഇന്ന് പരിശോധന നടത്തുമെന്നും കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞു. അപകടം ചർച്ച ചെയ്യാൻ ഇന്ന് കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. കണ്ണൂർ ഇരിട്ടി അയ്യൻകുന്ന് പാലത്തും കടവിൽ ബാരാപ്പോൾ പദ്ധതി പ്രദേശത്ത് വനപാലകനെ ആക്രമിച്ച പുള്ളിപ്പുലിയെ വനപാലക സംഘം വെടിവെച്ചു കൊന്നു. പുലിയുടെ ആക്രമണത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ K. രാഹുലിന് പരിക്കേറ്റു. പുലിയുടെ പിടിയിൽ നിന്ന് ഫോറസ്റ്റ് ഓഫീസറെ രക്ഷിക്കാനാണ് വെടിവെച്ചതെന്ന് സംശയിക്കുന്നു. എന്നാൽ വനം വകുപ്പ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. സഹപ്രവർത്തകർ ചേർന്ന് ആകാശത്തേക്ക് വെടിയുതിർത്ത് രാഹുലിനെ രക്ഷപ്പെടുത്തിയെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ബുധനാഴ്ച വൈകിട്ട് ബാരാപ്പോൾ പദ്ധതി പ്രദേശത്ത് പുഴയുടെ തീരത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ച ഭാഗത്താണ് സംഭവം. വൈകിട്ട് 4:30 റീഡിംഗ് എടുക്കാനെത്തിയ KSEB ജീവനക്കാരായ പ്രവീണും ധനേഷുമാണ് ആദ്യം പുലിയെ കണ്ടത്. ഭയന്നോടിയ ഇരുവരും സോളാർ പാനലിന്റെ മുകളിൽ കയറി KSEB അധികൃതരെ വിവരമറിയിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതിയുടെ അധ്യക്ഷ മേരി റജിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളും ഇരിട്ടി സെഷൻസ് ഫോറസ്റ്റ് ഓഫീസർ സുനിൽ കുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ K. രാഹുൽ, അമൽ, സരിക എന്നിവരടങ്ങിയ വനം വകുപ്പ് സംഘവും സ്ഥലത്തെത്തി. മൂവാറ്റുപുഴയിൽ കെട്ടിട നമ്പർ അനുവദിക്കുന്നതിന് 15 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് ഓവർസിയറെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കാസർഗോഡ് ഹോസ്ദുർഗ ഹരിപുരം ശ്രീവത്സം വീട്ടിൽ T. ദീപേഷ് കുമാറിനെയാണ് റിമാൻഡ് ചെയ്തത്. സംഭവം വിജിലൻസിന്റെ ചരിത്രത്തിൽ ട്രാപ്പ് കേസിൽ പിടികൂടുന്ന ഏറ്റവും ഉയർന്ന കൈക്കൂലി തുകയാണിത്. 5 ലക്ഷം രൂപയും 10 ലക്ഷത്തിന്റെ ചെക്കുമായാണ് ദീപേഷ് കുമാർ വിജിലൻസ് സംഘത്തിന്റെ പിടിയിലായത്. ദീപേഷിന്റെ വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത 5.5 ലക്ഷം രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാളുടെ ഭാര്യ താമസിക്കുന്ന ബംഗളൂരുവിലെ ഫ്ളാറ്റിലും ഇയാളുടെ കാസർഗോഡ് ഹരിപുരത്തെ
കുടുംബ വീട്ടിലും പരിശോധന നടത്തി. ഇവിടെ നിന്നും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സ് എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ലോകത്തിലെ ആദ്യ നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2014 ആരംഭിച്ച മോദിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഡിജിറ്റൽ ഇടങ്ങളിലൊന്നായി വളരുകയായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ 4.32 കോടിയിലധികം ഫോളോവേഴ്സ് മോദിക്കുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്രായേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായ സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ നൽകി ആദരിച്ചു. ഇന്നലെ ഇസ്രായേൽ പാർലമെന്റിനെ സംബോധന ചെയ്ത നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു. ഇസ്രായേൽ പാർലമെന്റിൽ പ്രസംഗിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഈ പുരസ്കാരം നേടുന്ന ആദ്യ നേതാവുമാണ് മോദി. നെസറ്റിനെ അഭിസംബോധന ചെയ്ത മോദി സംസാരിച്ച ശേഷം ഇസ്രായേൽ പാർലമെന്റ് അംഗങ്ങൾ പ്രധാനമന്ത്രി മോദിയോടൊപ്പം സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും എത്തിയിരുന്നു. കൂടാതെ ഇസ്രായേൽ പാർലമെന്റിൽ മോദി മോദി എന്ന മുദ്രാവാക്യങ്ങളും പ്രതിധ്വനിച്ചു. നരേന്ദ്രമോദി ടെൽ അവീവ് വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി മോദി വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഇരു നേതാക്കളും പരസ്പരം ഊഷ്മളമായി ആലിംഗനം ചെയ്തു. ഈ രംഗം ഇതിനകം തന്നെ ക്യാമറയിൽ പകർത്തുകയും സോഷ്യൽ മീഡിയയിൽ തത്സമയം പങ്കുവെക്കുകയും ചെയ്തു. നെതന്യാഹുവിന്റെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി മോദിയെ സാറയും സ്വാഗതം ചെയ്തു. നെതന്യാഹുവിന്റെ ഭാര്യ സാറ നെതന്യാഹു ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരുന്നതായി വീഡിയോയിൽ കാണാം. പ്രധാനമന്ത്രി മോദിയുടെ സൂട്ടിന്റെ പോക്കറ്റിലെ പോക്കറ്റ് സ്ക്വയർ ഓറഞ്ച് നിറത്തിലുള്ളതായിരുന്നു. ഇത് ശ്രദ്ധിച്ച ഉടനെ നെതന്യാഹു ഒരു പുഞ്ചിരിയോടെ ഇത് ചൂണ്ടിക്കാണിക്കുകയും ഇരുവർക്കും വസ്ത്രത്തിൽ ഒരേ നിറമാണെന്ന് പ്രധാനമന്ത്രി മോദിയോട് പറയുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളെ തന്റെ ട്രേഡ് മാർക്കായ ആലിംഗനം ചെയ്യുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രശസ്തമായ മോദി ആലിംഗനം എന്ന് പ്രശംസിച്ചത് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനത്തിന് മുന്നോടിയായി തന്ത്രപരമായ നീക്കവുമായി US അത്യാധുനിക F-22 റാപ്റ്റർ യുദ്ധവിമാനങ്ങൾ അമേരിക്ക ഇതാദ്യമായി ഇസ്രായേലിൽ വിന്യസിച്ചു. ഇറാനെ ചൊല്ലി മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്ന സമയത്താണ് ഈ നീക്കം. റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ നെഗേവ് മരുഭൂമിയിൽ ഓവ്ദ വ്യോമത്താവളത്തിൽ 11 US F-22 റാപ്റ്റർ ജെറ്റുകൾ വിന്യസിച്ചിട്ടുണ്ട്. പതിവുപോലെ നിലവിളിയുമായി പാകിസ്ഥാനും എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരു തീവ്രവാദ വിരുദ്ധ ഹെക്സഗൺ അലയൻസ് ആരംഭിക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പാകിസ്ഥാൻ പാർലമെന്റിന്റെ സെനറ്റ് ഏകകണ്ഠമായി ഒരു പ്രമേയം പാസാക്കി. പ്രമേയം മുസ്ലിം ഉമ്മയുടെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഈ സഖ്യം ഭീഷണിയാണെന്ന് വിശേഷിപ്പിച്ചു. ഹിമാചൽ പ്രദേശിലെ ഹൈവേയിൽ ഡൽഹി ഹിമാചൽ പോലീസ് സേനകൾ തമ്മിൽ ഏറ്റുമുട്ടി. ഡൽഹിയിൽ നടന്ന AI ഇംപാക്ട് സമ്മിറ്റിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉടലെടുത്തത്. പ്രതിഷേധത്തിൽ പങ്കെടുത്ത 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ പ്രാദേശിക കോടതിയുടെ അനുമതിയില്ലാതെ ഇവരെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഹിമാചൽ പോലീസ് നിലപാടെടുത്തു. ഷിംലയിലെ ഒരു റിസോർട്ടിൽ നിന്നാണ് പ്രവർത്തകരെ ഡൽഹി പോലീസ് പിടികൂടിയത്. സിവിൽ വേഷത്തിലെത്തിയ സംഘം ബലമായാണ് ഇവരെ കൊണ്ടുപോയതെന്ന് പരാതിയുണ്ട്. റിസോർട്ടിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ DVD-6 സംഘം കൊണ്ടുപോയി. ഈ സംഭവത്തിൽ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഹിമാചൽ പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഹിമാചൽ പ്രദേശിലെ ഷിംലയിലെ റോഡിലൂടെ മനുഷ്യന്റെ കാല് വായിൽ ചുമന്നുകൊണ്ടുപോകുന്ന ഒരു നായയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. മനുഷ്യ ശരീരഭാഗം നായ എവിടെ നിന്നാണ് കണ്ടെടുത്തതെന്ന് സംശയങ്ങൾ ഉയരുകയും വ്യാപകമായ ആശങ്കയ്ക്ക് കാരണമാവുകയും ചെയ്തു. ചാമിയാനയിലെ സർക്കാർ ആശുപത്രിയായ അഡൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റീസ് സമീപമാണ് സംഭവം. ആശുപത്രി ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് മുറിച്ചുമാറ്റിയ കാൽ മാണ്ഡി ജില്ലയിൽ നിന്നുള്ള 61 വയസ്സുള്ള ഒരു രോഗിയുടേതാണെന്ന് കണ്ടെത്തി. രാഹുൽ ഗാന്ധി 247 തവണ വിദേശത്ത് പോയി രാജ്യത്തെ അപകീർത്തിപ്പെടുത്തിയെന്നും ജോർജ് സൊറോസിന്റെ കൂട്ടാളിയുമായി ചേർന്നാണ് രാജ്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യവിരുദ്ധ ശക്തികളുമായി രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ആരോപിച്ചു. എല്ലാ വിദേശ ശക്തികൾക്കും കീഴടങ്ങിയ ശേഷമാണ് BJPയുടെ വാചകമടിയെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. ഗാന്ധി കുടുംബം ഒത്തുതീർപ്പുകാരാണെന്നും നിതിൻ നബീൻ ആരോപിച്ചു. കോംപ്രമൈസ് കോൺഗ്രസ് എന്ന ഹാഷ്ടാഗിലാണ് സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കൾ വിമർശനം കടുപ്പിക്കുന്നത്. നെഹ്റു UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം ഉറപ്പിക്കാതെ ചൈനയ്ക്ക് കീഴടങ്ങിയെന്ന് തുടങ്ങി റഷ്യൻ ചാര സംഘടന KGBയുടെ പണം ഇന്ദിരാഗാന്ധി വാങ്ങിയെന്നും രാജീവ് ഗാന്ധിക്കെതിരായ ബോഫോസ് കേസും സോണിയാഗാന്ധിക്കെതിരായ നാഷണൽ ഹെറാൾഡ് കേസും എല്ലാം BJP ഉയർത്തുകയാണ്. മുംബൈയിലെ മെലാഡ് വെസ്റ്റ് പ്രദേശത്തെ 2 പഴക്കച്ചവടക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിൽപ്പനയ്ക്ക് വെച്ച പഴങ്ങളിൽ എലിവിഷം പുരട്ടുന്ന വീഡിയോ പുറത്തു വന്നതിനെ തുടർന്നാണിത്. ബുധനാഴ്ച മലാദിലെ ഒരു പ്രദേശവാസിയുടെ പരാതിയെ തുടർന്ന് വീഡിയോ തെളിവുകൾ സഹിതം പോലീസ് നടപടി സ്വീകരിച്ചപ്പോഴാണ് സംഭവം പുറത്തു വന്നത്. മഞ്ഞ ഫോസ്ഫറസ് പോലുള്ള വിഷരാസവസ്തുക്കൾ അടങ്ങിയ വാണിജ്യപരമായി ലഭ്യമായ എലികളെ കൊല്ലുന്ന ഉൽപ്പന്നമായ
റാറ്റോൾ എന്ന വസ്തു വിൽപ്പനക്കാരുടെ വഴിയരികിലെ കടയിൽ നിന്ന് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. പിന്നീട് അത് സീൽ ചെയ്തു. പോലീസ് പറയുന്നതനുസരിച്ച് എലികൾ ഒറ്റ രാത്രി കൊണ്ട് തങ്ങളുടെ സ്റ്റോക്കുകൾ കേടുവരുത്താതിരിക്കാൻ ഈ പദാർത്ഥം ഉപയോഗിച്ചതായി വിൽപ്പനക്കാർ സമ്മതിച്ചു. എന്നാൽ ഭക്ഷ്യയോഗ്യമായ വസ്തുക്കളിൽ ഇത്രയും ഉയർന്ന വിഷാംശം പ്രയോഗിക്കുന്നത് ഛർദി, വയറുവേദന, അവയവങ്ങൾക്ക് കേടുപാടുകൾ, കഴിച്ചാൽ മാരക വിഷബാധ എന്നിവ ഉൾപ്പെടെ ഗുരുതരമായ അപകട സാധ്യതകൾക്ക് കാരണമാകുമെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥരും വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച ജെറൂസലേമിൽ സംയുക്ത അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രധാരണത്തിൽ എത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തത് സ്റ്റോൺ നിറത്തിലുള്ള ജാക്കറ്റാണ്. ഇത് മോദി ജാക്കറ്റ് എന്നും അറിയപ്പെടുന്നു. ഇതിൽ ബാൻഡ് കോളറും ടൈലർ ചെയ്ത ഫിറ്റും ഉണ്ടായിരുന്നു. ലളിതമായ കോളറുള്ള വെളുത്ത നീളൻ കൈയുള്ള കുർത്ത സ്റ്റൈൽ ഷർട്ടുമായി അദ്ദേഹം അത് ജോഡിയാക്കി. ഇരുണ്ട നേവി ഫോർമൽ ട്രൗസറുകളും പോളിഷ് ചെയ്ത കറുത്ത ലെതർ ഡ്രസ് ഷൂസും ചേർന്നതാണ് ഈ ജാക്കറ്റ്. 2020 ലോകകപ്പ് സൂപ്പർ 8 മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് പാകിസ്ഥാൻ തോറ്റതിനു പിന്നാലെ തനിക്കും മകനും നേരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയുടെ ഭാര്യ സബ മൻസർ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് സബ രൂക്ഷ പ്രതികരണം നടത്തിയത്. എന്നെയും നിഷ്കളങ്കനായ എന്റെ മകനെയും അധിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് ലോകകപ്പ് നേടിത്തരില്ല. പാകിസ്ഥാൻ ആരാധകരെ സബ മൻസർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു. എന്നാൽ തൊട്ടു പിന്നാലെ ഇത് ഡിലീറ്റ് ചെയ്ത സബ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുകയും ചെയ്തു. ക്യൂബൻ തീരത്ത് അമേരിക്കൻ രജിസ്ട്രേഷനുള്ള അതിവേഗ ബോട്ടിലെത്തിയ സംഘവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 4 പേർ കൊല്ലപ്പെട്ടു. ചൊവ്വാഴ്ച പുലർച്ചെ വില്ല ക്ലാര പ്രവിശ്യയിലെ എൽ പീനോ ചാനലിന് സമീപമാണ് സംഭവം. ക്യൂബൻ അതിർത്തി ലംഘിച്ചെത്തിയ ബോട്ടിന് നേരെ സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിലാണ് മരണം സംഭവിച്ചത്. 6 പേർക്ക് പരിക്കേറ്റതായും ക്യൂബൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫ്ലോറിഡയിൽ രജിസ്റ്റർ ചെയ്ത FL 7726SH എന്ന നമ്പറിലുള്ള ബോട്ടാണ് തീരത്തു നിന്ന് 1 നോട്ടിക്കൽ മൈൽ അകലെ സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പരിശോധനയ്ക്കായി ബോർഡർ ഗാർഡ് ട്രൂപ്പിന്റെ പെട്രോളിംഗ് യൂണിറ്റ് അടുത്തേക്ക് നീങ്ങിയപ്പോൾ ബോട്ടിലുണ്ടായിരുന്നവർ വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിൽ ഒരു ക്യൂബൻ കമാൻഡർക്ക് പരിക്കേറ്റു. തുടർന്നാണ് സൈന്യം തിരിച്ചടിച്ചത്. ക്യൂബയുടെ വിശദീകരണം വിശ്വസനീയമല്ലെന്ന് ഫ്ലോറിഡ അറ്റോർണി ജനറൽ ജെയിംസ് ഉത്മേർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണം നടത്താൻ അദ്ദേഹം പ്രോസിക്യൂട്ടർമാർക്ക് നിർദ്ദേശം നൽകി. അമേരിക്കൻ ബോട്ടിലെ യാത്രക്കാർക്ക് നേരെ മാരകമായ ബലപ്രയോഗം നടത്തിയത് ഗൗരവതരമായ കാര്യമാണെന്നും ഇതിൽ ഫെഡറൽ അന്വേഷണം വേണമെന്നും US പ്രതിനിധി കാർലോസ് ഗിമനൈസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.